നമസ്കാരം. വൈധവ്യം ഒരു സ്ത്രീയുടെ ജീവിതയാത്രയിലെ പ്രതിസന്ധികളുടെ കാലഘട്ടമാണ്. അത്തരത്തിൽ പ്രതിസന്ധികളോട് പോരാടി മുന്നേറിയ വിധവകളായ സ്ത്രീകളുടെ അതിജീവനത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഈ അനുഭവവേദിയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഓർമ്മകൾ മായാതെ വിതുമ്പും നമിഴികളും ഒരു സ്നേഹവായ്പായി നൽകിയ നിമിഷവും ഓർക്കുന്നു ഞാനിന്നും ഓർക്കുന്നു ഞാനിന്നും ഓർക്കുന്നു ഞാൻ തനിയേ ഈ വഴി. ഇന്നത്തെ നമ്മുടെ അതിഥി ഡേസി ചേച്ചിയാണ്. ഡേസി ചേച്ചി എങ്ങനെയാണ് തൻ്റെ പ്രതിസന്ധികളോട് പോരാടി മുന്നേറിയതെന്ന് നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. ഡേസി ചേച്ചിയുടെ പഴയകാല ഓർമ്മകളിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് മനസ്സിലേക്ക് ഓടി വരുന്നത്? കുട്ടിക്കാലം ഓർമ്മ വരും. ജനിച്ച സ്ഥലം തെരുവിടിക്കുന്നു. 5 മക്കള്, അമ്മയപ്പൻ, അമ്മമ്മ. പള്ളി അടുത്താണ് എൻ്റെ വീടായിരുന്നത്. അതിൽ കുഞ്ഞുനാളി മുതലേ ഞാൻ ഇന്നും പള്ളിയിലൊക്കെ പോകായിരുന്നു. അങ്ങനെ ഈശോട് കൂടുതൽ അടുപ്പമുണ്ടായിരുന്നു. 5 മക്കളായിരുന്നു വീട്ടിൽ. 5 മക്കള്, 3 ആണും 2 രണ്ടാമത്തെ ആളായിരുന്നു. രണ്ടാമത്തെ. അപ്പൊ അമ്മാമ്മ ഈശോനെ പറ്റി കൂടുതലൊക്കെ എനിക്ക് പറഞ്ഞു തരായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ പ്രാർത്ഥനയിലൊക്കെ നല്ല ഇതായിരുന്നു. CLC-ലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ പോട്ടാശ്രമത്തിൽ 90 തുടങ്ങി പോട്ടാശ്രമത്തിൽ സ്ഥിരമായിട്ട് ഞാൻ പോകാറുണ്ട്. പിന്നെ ഡിവൈനിൽ 2 വർഷം വിവാഹത്തിന് മുമ്പ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരുന്നിട്ടുണ്ട് ഡിവൈനിൽ. അപ്പൊ മുമ്പേ തന്നെ എനിക്ക് ദൈവം ശക്തികൾ എന്ത് സഹിക്കാനുള്ള ശക്തി ദൈവം എനിക്ക് തന്നിരുന്നു. അങ്ങനെ എൻ്റെ വിവാഹം കഴിഞ്ഞ് 98-ലായിരുന്നു വിവാഹം. പഠനമൊക്കെ എവിടെയായിരുന്നു? പഠനം തിരുവടിക്കുന്ന സ്കൂളിൽ. അവിടെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു സ്കൂള്. അവിടെയാണ് ഞാൻ പഠിച്ചത്. അപ്പൊ പഠിക്കുന്ന കാലത്ത് ചേച്ചിക്ക് എന്തെങ്കിലും ഒരു ജോലി വേണമെന്നോ അല്ലെങ്കിൽ ജോലിക്ക് പോകണമെന്നോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഞാൻ 10 പൂർത്തിയാക്കിയില്ല. 3 മാസം പോയി കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി. 10 പൂർത്തിയാക്കിയില്ല. പിന്നെ വിവാഹം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ എന്നെ കെട്ടിച്ചത് കിടങ്ങൂരാണ്, ഉണ്ണിമിശേപ്പള്ളി ഇടവക. ഭർത്താവിൻ്റെ പേര് വിൽസൺ. ഞങ്ങളുടെ വീട്ടുപേര് പാറേക്കാട്ടിൽ. അപ്പൊ ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ചേട്ടൻ്റെ വീട്ടിൽ അപ്പൻ, അമ്മ, 4 മക്കളാണ് അവര്. അപ്പൊ ചേട്ടൻ എത്രാമത്തെ? ചേട്ടൻ മൂത്തത്. മൂത്ത ആള്. ചേട്ടൻ മൂത്തത്. രണ്ടാമത്തത് 2 അനിയന്മാര്. അത് കഴിഞ്ഞ് പെങ്ങള്. അപ്പൊ 4 പേരുള്ള ഒരു വീട്ടിലേക്ക് മൂത്ത ചേട്ടത്തിയായിട്ടൊക്കെ ചെന്നു. എങ്ങനെയുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത്? കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പേടിയുണ്ടായിരുന്നോ? ഇല്ല. ധൈര്യമായിട്ട് സന്തോഷമായിട്ടൊക്കെ കല്യാണം കഴിച്ചു. ജീവിതം നല്ല സന്തോഷകരമായിട്ട് മുമ്പോട്ടേക്ക് പോയി. മക്കള് 2 പേര്, മോനും മോളും. മോള് മൂത്തതായിരുന്നു. മോള് രണ്ടാമത്തെ മകൻ. പക്ഷെ മകൻ പ്രസവിച്ചാൽ തന്നെ രോഗിയായിരുന്നു. ബ്ലൂ ബേബി ആയിരുന്നു. അപ്പോൾ പ്രസവിച്ചിട്ട് 15-ാം ദിവസം മോന് സർജറി ചെയ്തു ഹാർട്ടിന്. പിന്നെ അവിടെ നിന്ന് തുടങ്ങി നമുക്ക് മോനെന്നും അസുഖങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഒക്കെ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ച് ഞാനതൊക്കെ അങ്ങനെ 19 വയസ്സ് വരെ ഈശോ എനിക്ക് തന്നു മോനെ. 19ാമത്തെ വയസ്സിൽ മോന് സർജറി ചെയ്തപ്പോൾ മോൻ ഇൻഫെക്ഷനായിട്ട് മോൻ മരിച്ചു. മോൻ +2 പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മക്കളുടെ പേര്? മോളുടെ പേര് ആൻമരിയ. ഇപ്പം എന്ത് ചെയ്യുന്നു? ആൻമരിയ BCom കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു സിയാഡ് ഓഫീസിൽ പോകുന്നു അങ്കമാലിൽ. മോൻ 19ാമത്തെ. മോൻ രണ്ടാമത്തെ ആളും മകനായിരുന്നു. മോന്റെ പേര് ജോസഫ്. ഞങ്ങൾ വിളിക്കുന്നത് മുത്തുന്ന മോനെ വിളിച്ചോണ്ടിരുന്നേ. തന്നെ എഴുന്നേക്കാനോ നടക്കാനോ മോനെ കണ്ടാൽ നമുക്ക് ഒരു അസുഖമൊന്നുമില്ല. മോനെ ഓടിച്ചാൽ എല്ലാത്തിനും കണ്ട മോനെ അസുഖമൊന്നും തോന്നില്ല. പക്ഷെ ഇവന്റെ വാൽവ് ഇങ്ങനെ ചുരുങ്ങിയാനുണ്ട്, പമ്പിങ് നടക്കണില്ലായിരുന്നു. അപ്പൊ ഇവന് മരുന്നില്ല, സർജറി ഉള്ളു. അപ്പൊ 2 സർജറി ചെയ്തു, സ്റ്റെന്റ് ഇട്ടു 16ാമത്തെ വയസ്സിൽ. പിന്നെ ഈ 19ാമത്തെ വയസ്സിൽ വീണ്ടും ഓപ്പൺ തന്നെ ചെയ്തേ. സ്കൂളിലൊക്കെ പോകാൻ സാധിച്ചിരുന്നു? സ്കൂളിലൊക്കെ പോയിരുന്നു. മോൻ +2 പുളിയനെ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ സ്കൂളിൽ പോയപ്പോൾ എല്ലാവരോടും മോൻ ഭയങ്കര കാര്യമായിരുന്നു. മോൻ എല്ലാവരും പോയി വരട്ടെ എന്ന് പറഞ്ഞ് പോയത്. മരിക്കുന്ന ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായില്ല. പക്ഷെ മോൻ ഒത്തിരി പ്രാർത്ഥിക്കായിരുന്നു. മോൻ സങ്കീർത്തനം 91, 34 സ്ഥിരം വായിച്ചിട്ട് സ്കൂളിലൊക്കെ പോകുള്ളായിരുന്നു. രോഗിയായിട്ട് മോൻ വീട്ടിൽ കിടന്നിട്ടില്ല, മരുന്നുമില്ല മോന്.
ഈ സർജറി കൂടെയാണ് മോന് സർജറിയാണ് ആകെ ഒരു പരിഹാരം ഉള്ളത് അല്ലേ? അപ്പം ഈ അപ്പച്ചൻ മരിച്ച് 7 മാസം കഴിഞ്ഞ് മോൻ മരിക്കുകയാണ്. അപ്പച്ചൻ ചേട്ടനാണ് ആദ്യം മരിക്കുന്നത്. ചേട്ടൻ 2019 ഏപ്രിൽ 19 അന്ന് ദുഃഖവെള്ളിയാഴ്ചയായിരുന്നു. അന്ന് ചേട്ടൻ മരിക്കണം. ചേട്ടൻ ക്യാൻസർ, തൊണ്ടയിൽ ക്യാൻസർ വന്നിട്ട് 6 മാസം ആൾ രോഗിയായിട്ട് ഇരുന്നുള്ളൂ. 6 മാസത്തിൽ 6 മാസം രോഗമായി അറിഞ്ഞിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാം ആള് മരിച്ചു, തൊണ്ടയിൽ ക്യാൻസർ. അത് കഴിഞ്ഞ് മോനപ്പം ഇടയ്ക്കിട്ട് ചേട്ടൻ ആശുപത്രി കിടക്കുമ്പോൾ മോന് നെഞ്ചുവേദനയൊക്കെ വരും. അങ്ങനെ അമൃത കൊണ്ടുപോകും. പിന്നെ സർജറി വേണമെന്ന് പറഞ്ഞു. അപ്പം ഇത് 3ാമത്തെ ചെയ്യുമ്പോൾ ഇത്ര ബുദ്ധിമുട്ടുള്ള ഓപ്പറേഷനാണെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. അപ്പോൾ മോൻ പറഞ്ഞു, അമ്മച്ചി എനിക്ക് ചെയ്താലേ പറ്റുള്ളൂ, എനിക്ക് വരുന്ന സമയം ഭയങ്കര വേദന മോന്, അപ്പം നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്നോട് നമ്മൾ സർജറി ചെയ്തേ. പക്ഷെ അവന് ഒരിക്കലും മരിക്കുന്ന പ്രതീക്ഷ ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായില്ല. സന്തോഷത്തോടെ മോൻ തിയേറ്ററിലേക്കൊക്കെ പോയത്. കാരണം കൂട്ടുകാർക്കും ടീച്ചറിനും പോകണ നേരം വരും ടീച്ചറിനെ വിളിച്ച് പറഞ്ഞു, ഞാൻ അങ്ങനെ സർജറിക്ക് പോവാണ്, ഞാൻ പോയി പറ്റേന്ന് എല്ലാവരും പറഞ്ഞു പോയത്. അങ്ങനെ അവൻ നവംബർ 25 ഇപ്പം നവംബർ 25 4 വർഷം. ചേട്ടൻ മരിച്ചിട്ട് ഏപ്രിൽ 19 വരുമ്പോൾ 5 വർഷം. അങ്ങനെ ഒന്നിന് പിറകെ ഒന്നായിട്ട് വീട്ടിൽ. പക്ഷെ അവിടെയൊക്കെ എനിക്ക് ദൈവത്തൊരു ശക്തി തന്നു. ഒത്തിരി പേര് എനിക്ക് പ്രാർത്ഥിക്കുന്നവരുണ്ടായി. അതുകൊണ്ട് ഞാൻ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെട്ടെന്ന് എല്ലാവരും പറയുമായിരുന്നു. ജോബിൻ്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരാളുടെ വേർപാട് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റാവുന്നതിൻ്റെ അപ്പുറമാണ്. അതോടൊപ്പം തന്നെ മോനും കൂടെ പോവാന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ചേച്ചി ഒരുപാട് വിഷമകരമായ ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. പക്ഷെ എന്താ ചേച്ചീന് ആ സമയത്ത് ഇത്രയും ധൈര്യം എനിക്ക് നല്ല ധൈര്യം തന്നു. മാതാവും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ഒത്തിരി പേര് എനിക്ക് പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ മോൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റുള്ളവരെ ആശ്വസിപ്പിച്ചു. കാരണം അവർക്ക് എൻ്റെ മുഖത്ത് നോക്കാൻ പറ്റില്ല, എന്നെ ആശ്വസിപ്പിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ദൈവം തന്നു, ദൈവം എടുത്തു. ആശ്വാസവാക്ക് പറയുന്നവർ എന്ത് പറയും? അപ്പം ഞങ്ങൾ കാണുമ്പോൾ അവർക്ക് പറയാൻ പറ്റാതെ അവർ വിഷമിക്കും, കരയും. എന്നെ കാണുമ്പോൾ ഇപ്പോഴും എന്നെ കാണുമ്പോൾ ആൾക്കാർ കരയും. അപ്പം ഞാൻ കരയേണ്ട ദൈവം എനിക്ക് അത്രയ്ക്ക് തന്നിട്ടുള്ളൂ. കാരണം ഇവൻ പ്രസവിച്ച 3-ാം ദിവസം മരിക്കേണ്ടതാണ്. LFL എൻ്റെ പ്രസവമായിരുന്നു, ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവരെ കിട്ടില്ല എന്ന് പറഞ്ഞു 3 ദിവസം മോനോട് ഇട്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മോൻ മരിക്കേണ്ടായപ്പോഴും നമ്മൾ അമൃതയെ കൊണ്ടുപോകണേ. അപ്പോഴാണ് അവിടെ സർജറി 15-ാം ദിവസമാണ് പ്രസവിച്ചിട്ട് 15-ാം ദിവസം മോനെ സർജറി ചെയ്യണേ. അപ്പം മോനെ കുഞ്ഞിലെ തുടങ്ങി എനിക്കറിയാം മോനെ ഈ സമയം നമുക്ക് പോകുന്നുള്ള നമുക്ക് കൈവിട്ടു. അപ്പം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ധ്യാനത്തിന് പോകും, മോനെ കൊണ്ട് ധ്യാനത്തിന് പോകും, മോനും പ്രാർത്ഥിക്കും. മോൻ 3 ദിവസമൊക്കെ മുട്ടുകുത്തി കൈവിരിച്ചൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. വിശ്വാസ പ്രമാണം 31 പ്രാവശ്യം ചെല്ലും. അങ്ങനെ നമ്മൾ എല്ലാ പ്രാവശ്യം ഡോക്ടർ പറയുമ്പോൾ നമുക്ക് കിട്ടില്ല, ഇവനെ കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയിരുന്നത്. ഈ പ്രാവശ്യം നല്ല ഉറപ്പിൽ സന്തോഷത്തോടെ പോയി. അപ്പോൾ ഈശോ നമ്മളെ ഒന്നറിയാതെ ഈശോ കൊണ്ടുപോയി. അതെനിക്ക് സന്തോഷം. കാരണം അവരറിഞ്ഞില്ല മരിക്കുന്നുള്ളതേ. അല്ലെങ്കിൽ ഞാനും മോനൊക്കെ കരഞ്ഞിട്ട് പോവാറ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ. ഈ പ്രാവശ്യമായി ഇപ്പോൾ സന്തോഷത്തോടുകൂടി എല്ലാവരും യാത്ര പറഞ്ഞ് ഹോസ്പിറ്റലിൽ ഒരാഴ്ച ഞാനും മോനും നിന്നിട്ടാണ് സർജറി ചെയ്തത്. സർജറി ചെയ്തപ്പോൾ അവൻ്റെ കാലിൻ്റെ അടിക്കൊക്കെ ഇൻഫെക്ഷൻ വന്ന് കാല് മുറിക്കേണ്ട ഇതുപോലെ വന്നു. പക്ഷെ ദൈവം, ഞാൻ വിചാരിക്കും ദൈവം എനിക്ക് അത്രയും തന്നപ്പോൾ 2 പേരും നമ്മുടെ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ നോക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം എനിക്ക് അങ്ങനെ സാമ്പത്തികമായിട്ടൊന്നുമില്ല. ഞങ്ങൾ അത്രയും സാമ്പത്തികമുള്ളവരല്ല. അപ്പം ജോലി ചെയ്താൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. എന്താ ചെയ്തിരുന്നത്? ചേട്ടന് കൂലിപ്പണിക്ക് പോകുമ്പോൾ രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനും ജോലിക്ക് പോയാണ് നമ്മുടെ കുടുംബം മുന്നോട്ട് പോയത്. ചേച്ചിയും ജോലിക്ക് പോകും, ഞാനും ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ഇപ്പം ഇവർ മരിച്ചു കഴിഞ്ഞപ്പോഴും നമുക്ക് വീട്ടിലിരുന്നാൽ നമുക്ക് കഴിയാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ ജോലി ചെയ്ത് മോളുടെ കാര്യമൊക്കെ നോക്കി. ചേട്ടനുള്ള സമയത്തും ചേച്ചി ജോലിക്ക് പോകുമായിരുന്നു? അത് ഞങ്ങൾ 2 പേരും ചേട്ടനുള്ള സമയത്ത് ഞങ്ങൾ പോയായിരുന്നു. കാരണം മോനെ എന്നും അസുഖമൊക്കെയാകുമ്പോൾ നമുക്ക് ആശുപത്രി കേസിനൊക്കെ പൈസ വേണമല്ലോ. ചെല്ലുമ്പോൾ നമുക്ക് മരുന്നില്ലെങ്കിൽ എക്കോ ടെസ്റ്റ്, എക്സ്റേ ഇതൊക്കെ ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം അമൃതയിൽ പോകുമ്പോൾ മോന് പൈസയാവും. സ്ത്രീകൾക്ക് ശരിക്കും പറഞ്ഞ ഒരു ജോലി എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു ഇന്നും പലരും മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുന്നു. നമുക്കൊരു ജോലി നമുക്ക് അത്യാവശ്യമാണ്. കാരണം നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. എത്ര പ്രാവശ്യം നമുക്ക് ഒരാൾ സഹായിക്കാൻ പറ്റും? നമ്മുടെ കയ്യിൽ സ്വന്തം പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാം. നമ്മൾ പലവർക്കും പൈസ നമ്മൾ കൈനീട്ടണ്ട. പക്ഷെ എൻ്റെ സഹോദരനൊക്കെ ഞങ്ങൾക്ക് ചെറുതിലെ തുടങ്ങി എന്നെ വീട്ടിൽ നിന്നൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. അല്ലാതെ എനിക്കൊന്നും ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവരൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. കാരണം മോന് ഇന്നും അസുഖമാണല്ലോ. അപ്പം നല്ലൊരു പൈസ സർജറിക്കൊക്കെ വേണ്ടി വന്നിട്ട് പക്ഷേ പലരും എന്നെ സഹായിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ആരുടെ അടുത്തും പൈസ ചോദിക്കേണ്ട വന്നിട്ടില്ല. നമ്മളെ ദൈവം അറിഞ്ഞ് നമുക്ക് ഓരോരുത്തരോടും നമുക്ക് സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ സർജറിക്കൊക്കെ ഇപ്പോൾ ലാസ്റ്റ് ചെയ്തപ്പോൾ 3 ലക്ഷം രൂപയാണ് അവിടെ കെട്ടിവെക്കേണ്ടി വന്നത്.
അപ്പോൾ പിന്നെ മറ്റുള്ള മരുന്നുകൾ അങ്ങനെ ഒന്നിനൊന്ന് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഞാൻ തരണം ചെയ്ത് ഞാൻ പിറകോട്ട് പോകുമ്പോൾ എങ്ങനെ ഇവിടെ വരെ എത്തിയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആരുടെ അടുത്തും പറഞ്ഞിട്ടറിയില്ല. ഞാൻ ഈശോയുടെ മുമ്പിലിരുന്ന് എൻ്റെ അവസ്ഥ ഈശോട് പറയും. ഡേയ്സി ചേച്ചിക്ക് ഈ മനോധൈര്യം കിട്ടാനായിട്ട് എന്തെങ്കിലും പ്രത്യേക രീതിയിലുള്ള പ്രാർത്ഥന രീതികളുണ്ടോ? വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണോ അതോ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുകയാണോ? ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും, പിന്നെ കരുണകൊന്ത ചൊല്ലും, പിന്നെ ഈശോയുടെ തിരുവഴുത്തിൻ്റെ തുനിയാൻ ചൊല്ലും. അപ്പോൾ എനിക്കൊക്കെ നല്ലൊരു ശക്തി നമുക്ക് കിട്ടും. ഈശോ പറയും ഭയപ്പെടേണ്ട, ഞാൻ എൻ്റെ കൂടെയുണ്ട്. അങ്ങനെ ഓരോ വചനങ്ങളിലേക്ക് നമ്മൾ ഈശോ നമ്മളോട് പറയും. അപ്പോൾ മോൻ മരിച്ചു കഴിഞ്ഞപ്പോഴായാലും അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞപ്പോഴും എനിക്ക് കിട്ടിയത് യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം യേശു പിതാവിലേക്കുള്ള വഴിയുണ്ടല്ലോ. കാരണം നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിലുള്ള വിശ്വാസം എനിക്കുള്ളത്. കാരണം അവർ നമുക്ക് സ്ഥലം ഒരുക്കാൻ വേണ്ടി പോയേക്കാണെന്ന് എല്ലാവരും പറയുക. കാരണം അവിടെ സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ എൻ്റെ വന്ന് മോനും അപ്പച്ചനേരും കൊണ്ടുപോകും. അങ്ങനെ ഒരു പ്രതീക്ഷയാണ് എനിക്ക്. കാരണം മരിച്ചവരെ ഓർത്ത് നമ്മൾ വിലപിക്കരുതെന്നുള്ള പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ സങ്കടം വരും എനിക്ക്. പക്ഷെ ഞാൻ ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് എൻ്റെ ദുഃഖങ്ങളെല്ലാം ഈശോട് പറയും. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ അങ്ങനെ പറയാറില്ല. കാരണം എന്നെ സൃഷ്ടിച്ച എൻ്റെ ഈശോയുടെ മുമ്പിൽ സങ്കീർത്തനം 139 വചനം എന്നെ ഇത്തിരി ശക്തി എന്നതാണ്. എല്ലാം അറിയുന്ന ദൈവം, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അതൊക്കെ എനിക്ക് ഭയങ്കര ശക്തിയാണ്. ഞാനത് ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എനിക്ക് എന്തോ ഒരു ശക്തിയുണ്ട്. അപ്പോൾ ഈ കെടുങ്ങൂരൊക്കെ പെട്ടെന്നൊക്കെ ഓരോ മരം ഉണ്ടാകുമ്പോൾ ഞാൻ സിസ്റ്ററി പോകുമ്പോൾ ഫസ്റ്റ് ചേണ്ട കുഴിയാണ്. അപ്പോൾ ചേണ്ട കുഴിക്ക് പൂ വെച്ചുകൊണ്ട് മോൻ്റെ കുഴി കപ്പലയുടെ ഭാഗത്താണ്. അപ്പോൾ പലരും എന്നോട് ചോദിക്കുമ്പോൾ ഒക്കെ എങ്ങനെ സാധിക്കുമെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു അവരാ ശരീരം പോയിട്ടുള്ളൂ, ആത്മാവ് നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ ചിലരൊക്കെ എന്നെ കെട്ടിപ്പിടിച്ച് ചില ചേച്ചിമാരെ കരയും, മോളിത് എങ്ങനെ സാധിക്കും. പക്ഷെ അവരൊക്കെ അയ്യോ പത്ത് ദൈവം ഇല്ലയെന്ന് പറഞ്ഞ് നടക്കുക. അവർ മരിച്ചിട്ട് നല്ല പ്രാർത്ഥനയിൽ നിൽക്കുന്നവരൊക്കെ ഭർത്താവ് പെട്ടെന്ന് മരിച്ചു കഴിയുമ്പോൾ പിന്നെ അവർക്ക് പ്രാർത്ഥിക്കാനോ ഒന്നും അവർക്ക് സാധിക്കില്ല. പള്ളി പോകാനൊക്കെ മടിയായിരുന്നു. അത് ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ദൈവം എന്നോട് എന്തിനിങ്ങനെ ചെയ്തു എന്നുള്ള ഒരു വിഷമമാണ് അവരെ. അപ്പോൾ അവർ ദൈവം ഇല്ല, അവർ പ്രാർത്ഥിക്കാണ്ടിരിക്കുമ്പോൾ ഞാൻ പറയും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ ശരീരം നമ്മുടെ അടുത്ത് നിന്ന് പോയിട്ടുണ്ട്, നമ്മൾ ദൈവത്തോടെ അങ്ങനെ ചെയ്യരുത്. പരിശുദ്ധ അമ്മ എല്ലാം സഹിച്ചില്ലേ, അതുപോലെ നമ്മൾ സഹിക്കണം. അമ്മയുടെ ഏക മകൻ കുരിശിൽ കിടന്ന് പറഞ്ഞ അമ്മ സഹിച്ചില്ലേ, അപ്പം നമ്മൾ അമ്മോട് പ്രാർത്ഥിക്കണം. അവർ എന്നെ കെട്ടിപ്പിടിച്ച് ചില വിധവകൾ പള്ളിയിൽ വരുമ്പോൾ കിടങ്ങുപള്ളിയിൽ വരുമ്പോൾ കരയാറുണ്ട്. കാരണം മോൾക്ക് ഇങ്ങനെ സാധിച്ചു, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോലും സാധിക്കില്ല എന്ന് അവരെന്നോട് പറയും. അപ്പം അവർ നോക്കുമ്പോൾ ഭർത്താവ് മരിച്ച് 7 മാസം കഴിഞ്ഞപ്പോഴാണ് മകൻ മരിക്കുന്നത്. അപ്പം ഞാൻ ഈ പള്ളിയിൽ എല്ലാ ദിവസവും പള്ളിയൊന്നും എനിക്ക് പണി കുറവായിരുന്നു. അപ്പം ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇവരൊക്കെ ചോദിക്കും മോക്ക് എങ്ങനെ ഇത് സാധിക്കണത്, ഇങ്ങനെ 2 പേരും പോയല്ലോ. പക്ഷെ നമുക്ക് വിഷമമുണ്ട്, പക്ഷെ നമ്മൾ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. അവർ മരിച്ചു, ഇനി എനിക്ക് മോളില്ലേ, എനിക്ക് ജീവിക്കണം. അപ്പം എല്ലാവരും പ്രാർത്ഥനയാണ് എനിക്ക് കിട്ടിയതിൻ്റെ ശക്തി. ഞാൻ ഒത്തിരി പേര് എനിക്ക് പ്രാർത്ഥിച്ചിരുന്നു. ചേച്ചിയുടെ പോലെ തന്നെ അത്രയും മനസ്സിൽ ഒരുപാട് വിഷമം ഉണ്ടാവും മോൾക്കും അല്ലേ? മോൾക്കെന്ന് വെച്ചാൽ എന്നോട് ഞാൻ ആരെങ്കിലുമൊക്കെ ഇപ്പം ജോലി സ്ഥലത്തൊക്കെ പറഞ്ഞ് എൻ്റെ വിഷമം തീരും. പക്ഷെ മോളത് ഉള്ളിലേക്ക് ഇങ്ങനെ വലിയുമല്ലോ. അപ്പം ഞാൻ മോളെ ധ്യാനത്തിന് കൊണ്ടുപോയി, കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. അങ്ങനെ മോൾക്ക് ഇപ്പം നല്ല സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ മോളെ എന്നോട് പറയും അമ്മച്ചി അവത്ത് കിടക്കുകയാണെങ്കിൽ നമുക്ക് ആരെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാമല്ലോ. അപ്പച്ചനും മോനും പോയി കഴിഞ്ഞപ്പോൾ മോള് പറയുന്നത് നമുക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് വിചാരിക്കാമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പറയും ദൈവം എന്തിനെങ്കിലും കിടത്തേക്കണം എടുക്കാൻ പറഞ്ഞ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും അല്ലേ, കിടന്നും കെടുപ്പായി കഴിയുമ്പോൾ. അപ്പം ദൈവം നമ്മളെ ബുദ്ധിമുട്ടിക്കാണ്ട് 2 പേരെ ഈശോ കൊണ്ടുപോയി. 2 പേരും കിടന്നു കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ടൊന്നുമില്ല, എല്ലാവരുടെ മുമ്പിൽ നമുക്ക് സഹായിക്കാനൊന്നും പറ്റുമോ. അപ്പം ദൈവം എന്നെ കഷ്ടപ്പെടുത്താതെ ദൈവം 2 പേരും കൊണ്ടുപോയെന്ന് ഞാൻ പറയാം. അല്ലെങ്കിൽ നമ്മുടെ റൂമിൽ കിടന്നെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്, അവർ വയ്യാതെ കിടക്കും, അവരുടെ വേദന നമ്മൾ കാണണം. അപ്പം അതൊക്കെ എന്നെ ദൈവം സഹായിച്ചു. അപ്പം ഞാൻ ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോഴും ഞാൻ വിധവകൾക്ക് വേണ്ടി, ഞാൻ മരിച്ച് മറ്റുള്ളവർ മരിക്കുമ്പോൾ ഞാൻ വിഷമിക്കും. എൻ്റെ മോളൊരു അമ്മച്ചി നമ്മുടെ വീട്ടിൽ നിന്ന് 2 പേരും മരിച്ചു പോയി. അപ്പോൾ അമ്മച്ചി വിഷമിച്ചില്ലെങ്കിൽ അമ്മച്ചി എന്നിട്ട് എപ്പോഴെങ്കിലും അവരെ പറ്റി വിഷമിക്കുന്നത് വെച്ചാൽ ഞാൻ വിഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് എനിക്ക് സഹിച്ച മാതിരി അവർക്ക് സഹിക്കാൻ നീ ശക്തി കൊടുക്കണം, പരിശുദ്ധ അമ്മയെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന, നമ്മൾ സഹിച്ച പോലെ മറ്റുള്ളവർക്ക് സഹിക്കാൻ പറ്റണം. അപ്പോൾ മോള് ചോദിക്കും അമ്മച്ചി ഇവിടുന്ന് 2 പേരും ഒന്നിന് പിറകെ മരിച്ചു പോയത്, പിന്നെ അമ്മച്ചി അവരോട്ട് എന്തിനാ വിഷമിക്കണമെന്ന് ചോദിക്കും. കാരണം ഞാൻ കരയും, ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവമേ ഞാൻ സഹിച്ചതുപോലെ അവർക്കും സഹിക്കാൻ നീ ശക്തി കൊടുക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ അവരുടെ ചിന്തയാണ്, നമ്മുടെ ചിന്ത പോയി. പക്ഷെ എനിക്കതല്ല, ഇപ്പോൾ ഓരോരുത്തർ മരിച്ചു കഴിയുമ്പോൾ അവരെ പറ്റിയാണ് എനിക്ക് ചിന്ത. പിന്നെ കുറച്ച് നാളത്തേക്ക് അവർക്കിട്ട് ഇത്. അപ്പം ഞാൻ മിക്കവരോടും ജത്രുതാമ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്. നിത്യപിതാവ് ഇന്ന ദിവസം ലോകമാസം അർപ്പിക്കുന്ന ദിവ്യബലിയിൽ അങ്ങേ തിരുക്കുമാരൻ്റെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തുള്ള എല്ലാ മക്കൾക്ക് വേണ്ടി, ഈ ലോകത്തിലെ എല്ലാ പാപികൾക്ക് വേണ്ടി ഇന്നേ ദിവസം അർപ്പിക്കുന്ന ബലിയോട് ചേർത്ത് കാഴ്ചവെക്കുന്ന ഈ പ്രാർത്ഥനയൊക്കെ ഞാൻ എല്ലാവർക്കും ചൊല്ലിക്കൊടുക്കും. പ്രാർത്ഥന കലാസം ഉണ്ടെങ്കിൽ അതൊക്കെ പലർക്കും കൊടുക്കും ഞാൻ. കാരണം അത് പ്രാർത്ഥിച്ച് എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കണോ അതിൻ്റെ അത്ര ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകുന്നു പറയണം ജത്രുതമ്മയോട്. അപ്പം എനിക്ക് പ്രാർത്ഥന മറ്റു വിശ്വാസങ്ങളുടെ പ്രാർത്ഥന, പിന്നെ നമ്മൾ ബലിയർപ്പിക്കാൻ കുർബാനയ്ക്ക് പോകുമ്പോൾ ഇവർ 2 പേരും ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. മരിച്ചുപോയ എല്ലാ ആളുകൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. മരിച്ചു പോയി നമ്മൾ ചിലവ് പറയും നമുക്ക് പ്രാർത്ഥന പീസൊന്നും വേണ്ടാന്ന്. പക്ഷേ നമുക്ക് അവർക്ക് വേണ്ടി അതൊക്കെ ചെയ്യണം. നമ്മൾ മരിച്ച് പോയിട്ട് അവരങ്ങടെ നമ്മുടെ വീട്ടിൽ നിന്ന് പടിയിറക്കി പോയി എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. കാരണം പിന്നെ അതൊന്നും വേണ്ട, പള്ളിയും അതൊന്നും വേണ്ടാന്ന്. പക്ഷേ
എനിക്കതായത് നമ്മൾക്ക് എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് അവർ നല്ല സ്ഥലത്ത് ഇരിക്കുന്ന ഒരു ബോധ്യമാണ് എനിക്ക്. കാരണം അവർക്ക് ഈശോനെ കൊടുക്കാൻ പറ്റി. 2 ചേട്ടനെ കൊണ്ട് ധ്യാനം കൂട്ടി കുംസാരിച്ച് കുർബാനയ്ക്ക് കൊടുത്തു, എല്ലാ രോഗിലേപനമൊക്കെ കൊടുത്തു. മോനായാലും ധ്യാനത്തിൽ പോയി ഒരുങ്ങി എല്ലാം പോയി. മരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് 2 പേരും വെള്ളം കൊടുക്കാനും അവരുടെ അരികെ നിൽക്കാനും നമുക്ക് സാധിച്ചു. അപ്പോഴേക്കും എനിക്ക് നല്ല ശക്തിയായിരുന്നു. അമ്മയൊക്കെ ചേട്ടൻ്റെ അമ്മയൊക്കെ കരയുമ്പോൾ ഞാൻ കരയിഞ്ഞ് വിടില്ലെന്ന് പറയും ഞാൻ. അപ്പം അമ്മയൊക്കെ മോൻ കിടക്കണ കഴിഞ്ഞപ്പോൾ അമ്മയൊക്കെ കരയാണ്. റൂമിൽ ഇങ്ങനെ ഐസുവിൻ്റെ ഇപ്പുറത്തൊരു റൂമുണ്ട്, അതിൽ വന്ന് ഇപ്പോൾ അമ്മ വന്നവരൊക്കെ കരയാണ്. അപ്പം ഞാൻ പറഞ്ഞു കരയില്ല അപ്പം നമ്മൾ കരഞ്ഞ് മോനെ വിടണ്ടാന്ന്. അപ്പം അത്ര ശക്തി എനിക്കായിരുന്നു. ഞാൻ കരയണില്ല, ഞാൻ മോനെ വെള്ളം കൊടുക്കലും എനിക്ക് എന്താണെന്നറിയാൻ പോലെ ഒരു ശക്തി നമുക്ക് ദൈവം അന്നേരത്ത് തന്നു. ആ സമയത്ത് നമുക്ക് ദൈവം തരും. കാരണം ഈ ഒരു ഘട്ടങ്ങളിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകണമല്ലോ. അതന്നെ മുൻകൂട്ടി നമുക്ക് അറിയായിരുന്നു ഇതൊക്കെ നമുക്ക് എപ്പോഴും സംഭവിക്കാം. അപ്പം നമ്മൾ ഒരുങ്ങിയിരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഇത്ര ശക്തി ദൈവം എനിക്ക് തന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ അതുപോലെ രാത്രിയായാലും നല്ല ഉറക്കം കിടക്കാൻ പോകുന്ന സമയത്ത് ഈശോട് സമർപ്പിച്ചോട്ട് പോകും. ഞാൻ മോള് മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ ഭർത്താവിൻ്റെ മോൻ്റെ ഫോട്ടോ ഇരിക്കുന്നത് ഞാൻ ഈശോട് പറയും ഞങ്ങൾ കിടക്കാൻ പോലും ചുറ്റും നിൻ്റെ കാവൽമാലൊക്കെ നീ കാവൽ നിർത്തുന്നത് പറയും. അത് കഴിഞ്ഞ് അപ്പച്ചോടും മോനോടും പറയും ഞാൻ കിടക്കാൻ പോട്ടോ. ആ കിടക്കുന്നത് എനിക്ക് ഓർമ്മയുള്ളൂ. രാത്രി നല്ല ഉറക്കം ഈശോ തന്നെ ഉണ്ട്. ചിലർ പറയും ഞങ്ങൾ ഉറക്കം പറ്റണില്ല, ഉറങ്ങാൻ സാധിക്കാതെ ഒരുപാട് പേര് പറഞ്ഞു ഉറക്കുളി കഴിക്കുന്ന മോള് ഞങ്ങൾക്ക് ഉറക്കം കിട്ടില്ല, അവരെ പറ്റി ഓർമ്മയെന്നൊക്കെ. പക്ഷെ അപ്പം ഞാൻ പറയും നിങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ പറ്റി വേദനിച്ചിരിക്കാണ്ട് പ്രാർത്ഥിച്ച് കിടക്കുക. പക്ഷെ നമുക്ക് മഴ പെയ്താൽ ഇടി പറ്റിയാലെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ അറിയില്ല. നല്ല ഉറക്കം ദൈവം നമുക്ക് ഇതേ നിമിഷം വരെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഞാൻ ദൈവത്തിന് 1000 നന്ദി പറയും. കാരണം നമ്മൾ രാത്രി ഉറങ്ങാതെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മളെന്താവും. പക്ഷെ പിന്നെ എൻ്റെ ആങ്ങളിക്കൊക്കെ മോൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. എൻ്റെ ആങ്ങൾക്ക് ഇവൻ തിരുവിടുക്കുന്നി കിടന്ന വളർന്നത് എൻ്റെ വീട്ടിൽ. ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ അവധി കിട്ടി അവിടെ പോകും. പക്ഷെ അവർക്കൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായി. ആങ്ങളേനെ ഞാൻ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. കാരണം എന്നെ ശക്തിപ്പെടുത്തുന്നവരെ ഞാൻ ശക്തിപ്പെടുത്തായിരുന്നു. കാരണം ഇത് മോനെ ദൈവം തന്നതാണ്. കാരണം കുഞ്ഞിലെ പോകേണ്ട മോനാണ്, ഇത്ര നാൾ ദൈവം എനിക്ക് വളർത്താൻ തന്നു. അപ്പം അപ്പോൾ എല്ലാവരും എന്നെ ഇത്ര പ്രാർത്ഥിച്ചിട്ടെന്നുള്ളൊരു ചിന്ത നമുക്ക് എല്ലാവർക്കും വരില്ല. ഞാൻ പറഞ്ഞു ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കയ്യിൽ മോൻ പോയി കിടന്ന് മോൻ കഷ്ടപ്പെട്ടില്ലല്ലോ. ഇരുളിന്റെ മറവിലും പകലിന്റെ തെളിവിലും പതറാതെ വഴി തേടി നടന്നു താനേ. ഇനിയൊരു ജന്മം നൽകുമെന്നോർത്ത് കാത്തിരിപ്പൂ ഞാൻ പുലരി തോറും. കാത്തിരിപ്പൂ ഞാൻ പുലരി തോറും തനിയേ ഈ വഴിയിൽ. ഇടവകയിലെ പ്രവർത്തനങ്ങളിൽ എത്രത്തോളം പങ്കുചേരാറുണ്ട്? ഇടവകയാണ് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഞങ്ങളുടെ വിധവയുടെ ക്ലാസ്സിന് ഞാൻ ഇതിന് പോകുന്നുണ്ട്, മീറ്റിങ്ങിനൊക്കെ യൂത്ത് ഫോറത്തിൻ്റെ ഇതിന് പോകുന്നുണ്ട്. പിന്നെ ജീവാലയിൽ ഇടയ്ക്ക് പോകും. അവിടുത്തെ ഏകദേശം എത്ര പേരുണ്ടാവും ആ ഒരു കൂട്ടായ്മയിൽ? ഇപ്പം ഞങ്ങൾ 40-45 പേരുള്ളൂ. എല്ലാവരും വന്യല വിധവകൾ ഒത്തിരി ഉണ്ട്. പക്ഷേ വന്യല ഈ നവംബർ 5 ഞങ്ങൾക്ക് വിധവകളുടെ കാഴ്ചവെപ്പൊക്കെയാണ് കിടങ്ങും പള്ളിയിൽ. പക്ഷെ ആൾക്കാർ അധികം വരുന്നില്ല. ഇനി എല്ലാവരും സംഘടിപ്പിക്കണമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ധ്യാനമൊക്കെ കൂടുമ്പോൾ നമുക്ക് ഒത്തിരി ശക്തിയുണ്ട്. ജീവാലയിൽ പോയി ഞങ്ങൾ വിധവകൾക്ക് ക്ലാസ് കൂടി കഴിയുമ്പോൾ നല്ലൊരു ശക്തി നമുക്ക് എത്ര നാളും നമ്മളെ ഈശോ ഭർത്താവിനെയും ഭാര്യനെയും കൂട്ടിയില്ല. ഇപ്പം നമ്മൾ ഈശോ 2 കൈക്കും ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവം നമുക്ക് അങ്ങനെ ഒരു അനുഭവം തോന്നും. ഈശോ നമ്മളെ ചേർത്ത് പിടിക്കേണ്ടെന്നുള്ളത് അത് അവിടെ നിന്ന് ധ്യാനം കൂടുമ്പോൾ നമുക്കത് മനസ്സിലാവണം വിധവകൾക്ക്. കാരണം ചിലവർക്കൊന്നും പോകാൻ മടി, വെളിയിൽ നിന്നുകൊണ്ട് വേവലാതിപ്പെട്ട് ഭർത്താവ് മരിച്ചു അങ്ങനെ ദൈവത്തിനെതിരെ പിറുവിറുത്തോണ്ട് നടക്കുകയാണ്. പക്ഷെ ജീവാലയിൽ നമ്മളൊരു ആഴ്ച പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒത്തിരി മക്കൾക്ക് വീണ്ടും ജീവിക്കണം, മറ്റുള്ളവർക്ക് ഈശോനെ കൊടുക്കണം എന്നൊക്കെ നല്ലൊരു ബോധ്യമുണ്ട്. അവിടെ ബീന ചേച്ചി, ഡെയ്സി ചേച്ചി, പിന്നെ നമ്മുടെ കെടുങ്ങൂർ മേരിക്കുട്ടി ചേച്ചി, ഇവരൊക്കെ എനിക്കായിട്ട് നല്ല പ്രാർത്ഥിക്കുന്നവരാണ്. അവരൊക്കെ പ്രാർത്ഥനയുടെ ശക്തി എനിക്ക് ഒത്തിരി പേര് എനിക്ക് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഞാൻ ഇന്നും ഇങ്ങനെ ജീവിച്ചു പോകണം. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊന്നും വന്ന് മറ്റുള്ളവർ പറയാനൊന്നും എനിക്ക് സാധിക്കില്ല. കാരണം അപ്പച്ചൻ മരിച്ചു, തുടരെ മോനും മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ദൈവത്തെ പഴിക്കല്ലേ ചെയ്യുള്ളൂ. പക്ഷെ ഞാൻ ദൈവത്തിൻ്റെ സ്തുതിയും നന്ദിയും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. തകർച്ചയോർത്ത് നിന്നെ സ്തുതിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. അത് മുന്നേ ഈശോ എനിക്ക് ഇത്ര ശക്തി തന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഈശോയിലൊന്നും വിശ്വസിക്കാത്ത ഒരാളാണെങ്കിൽ നമ്മൾ തളർന്നു പോകും. അതെ, തീർച്ചയായിട്ടും. തളരാതെ പ്രാർത്ഥനയുടെ ഒരു ബലം കൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഡേയ്സ് ചേച്ചി ഇത്രയും ഒരു മനോധൈര്യത്തിൽ മുമ്പോട്ടേക്ക് പോകുന്നത് തന്നെ. ശ്രദ്ധിച്ചു. ഡേയ്സ് ചേച്ചി ഇപ്പം ജോലിക്ക് പോകുന്നുണ്ട്, ഇടവകയിലെ പ്രവർത്തനങ്ങളിലെല്ലാം സജീവമാണ്.
യൂത്ത് ഫോറം, വിധവകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടെ തിരക്കാണ്. എന്നാലും എന്തെങ്കിലും വേറെ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ഉണ്ടോ ഇതിൻ്റെ കൂടെ? ഞാൻ ചെടികളൊക്കെ അവിടെ കുറച്ചൊക്കെ നട്ടു. എന്ന് വെച്ചാൽ ചെടികളെന്ന് വെച്ചാൽ ചട്ടി കുറച്ചുണ്ട്. പിന്നെ ഈ സിമെൻറ്റൊക്കെ വാങ്ങിയിട്ട് ചാന്ത് മുക്കി ഇങ്ങനെ ചട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വന്ന് കണ്ടവർക്ക് പറഞ്ഞു നന്നായി, ഇതിങ്ങനെ വിൽക്കാൻ പറഞ്ഞു. ചട്ടി തന്നെ ഉണ്ടാക്കി? ചട്ടി തന്നെ ഉണ്ടാക്കി, സിമെന്റ് ചാക്കിൽ ഇങ്ങനെ വെച്ചോണ്ട് ഇങ്ങനെ കമത്തിയിട്ടിട്ട്. അപ്പൊ കുറച്ച് ചെടികളൊക്കെ വീട്ടിലുണ്ട്. അപ്പൊ ചെടികളൊക്കെ നോക്കും, മോളും കൂടി സഹായിക്കും. അപ്പൊ വന്ന് കണ്ടവർക്ക് ആദ്യമൊന്നും ചെടിയൊന്നും ഉണ്ടായില്ലായിരുന്നു. ഈ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെ ആ ചെടിയിലേക്ക് തിരിഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തുടങ്ങിയത്. ചേച്ചി ചെടിയിലേക്ക് തിരിയാണെങ്കിൽ കുറച്ച് ചെടിയിലേക്ക് ആ ചിന്ത വരും നമുക്ക്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇതിലൊക്കെ ചിന്തയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു. പൂവുണ്ടാവുന്ന ചെടികൾ തന്നെയാണോ അതോ കൃഷി? പൂവുണ്ടാവുന്ന ചെടി അതിലെ ഇലച്ചെടികളാണ്. പൂവുണ്ടാവുന്ന ചെടി അതില്ല, റോസൊക്കെ ഉള്ളൂ. അല്ല, ഞാൻ ചോദിച്ച പച്ചക്കറികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ? അങ്ങനെ പച്ചക്കറികൾ കുറച്ച് ഉണ്ടായതൊക്കെ ഇപ്പൊ പെട്ടെന്ന് പുഴുക്കേടൊക്കെ ഒന്ന് പോണാനുണ്ട്. ഓക്കെ. എന്തായാലും ഇത്രയും ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോയി. ഇനി ഡേയ്സി ചേച്ചിയുടെ മുമ്പിൽ ചേച്ചിയുടെ ഒരു പ്രത്യാശ എന്ന് പറയുന്നത് മോളാണ് അല്ലേ? അപ്പോൾ ഇനി എന്താണ് മോളുടെ പരിപാടി? ഇപ്പം BCom കഴിഞ്ഞ് CA ഓഫീസിൽ പോകാൻ, അപ്പോൾ ഇനി ജോലിയൊക്കെ ആയിട്ട് തുടരാൻ, ഇവിടെ തന്നെ നാട്ടിൽ തുടരാനാണോ ആഗ്രഹം? നാട്ടിൽ തൊഴിൽ മോൾക്ക് പുറത്ത് പോയി പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ പുറത്ത് വിടണില്ല. അപ്പം ഇനി മോൾക്ക് ഇനി കല്യാണം കഴിച്ചു വിടാൻ എനിക്ക് ആഗ്രഹം. കാരണം നാട്ടിൽ തന്നെ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് പോട്ടെ, അല്ലാതെ പറ്റില്ലല്ലോ. ഡേയ്സി ചേച്ചിയുടെ ഇനിയുള്ളൊരു ആഗ്രഹം അത് തന്നെയാണ്? അത് തന്നെയുള്ളൂ. ഇനി മോളെ കെട്ടിച്ച് വിടണം, അവർക്കൊരു കുടുംബജീവിതം വേണമെന്നുള്ളൊരു ആഗ്രഹമാണ് ഇനി എനിക്കുള്ളത്. അപ്പോൾ എന്തായാലും ഡേയ്സി ചേച്ചിയുടെ ഒരു പ്രാർത്ഥനയുടെ ശക്തിയും മനോധൈര്യവും കൊണ്ട് ഇത്ര വരെ എത്താൻ സാധിച്ചു. ഇനിയും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ജീവിതം മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കട്ടെ. ഡേയ്സി ചേച്ചിയുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി. ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും പെട്ടെന്നൊരു ദിവസം അണഞ്ഞു പോകുന്നു. എന്നിട്ടും മനോധൈര്യം കൈവിടാതെ ഡേയ്സി ചേച്ചിയെ പോലെയുള്ളവർ ജീവിതത്തിൽ മുന്നേറുകയാണ്. ഇത് മറ്റുള്ള വിധവകൾക്കും ഒരു വഴികാട്ടിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും മറ്റൊരു അതിഥിയുടെ വിശേഷവുമായി അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം.